പ്രോസിക്യൂഷൻ വാദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രതിക്ക് ജാമ്യം കൊടുക്കരുത് എന്നൊരു ആവശ്യം തന്നെയാണ്. ഈ രണ്ട് വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഏറ്റുമാനൂർ സിഐയോട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഷൈനി കുര്യാക്കോസിന്റെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നോബിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നോബിക്ക് ജാമ്യം ലഭിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വക്കീലടക്കം പ്രഗത്ഭനായ വക്കീലിനെയാണ് നോബിയുടെ ഫാമിലി വെച്ചിരിക്കുന്നത്. അതിനൊക്കെയുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു ഫാമിലിയാണ്. വൈദ്യശ്രേഷ്ഠന്മാരടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഉന്നത പ്രമുഖരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ആൾക്കാരടക്കമുള്ള ഒരു ഫാമിലിയാണ്. സോ അവർ വലിയ വക്കീലിനെ വെച്ച് വാദിക്കുന്നു. എന്നാൽ തന്നെയും നോബിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. എന്നോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയകരമായ മറ്റൊരു കാര്യം, ജ്ഞാനായ സഭ പരാതി നൽകിയിരിക്കുന്നു. ആർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്? സോഷ്യൽ മീഡിയയിലൂടെ ജ്ഞാനായ സഭയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപിക്കുന്നതിൽ ജ്ഞാനായ സഭയ്ക്ക് കടുത്ത അമർഷമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയം ഏറ്റവും അധികം ജനങ്ങളിലേക്ക് എത്തിച്ചത് മുഖ്യധാര ചാനലുകളല്ല, മറുനാടൻ മലയാളി പോലുള്ള ചാനലുകളാണ്. സോ അത്തരം ചാനലുകളെയാണ് ഉന്നം വെക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജ്ഞാനായ സഭ പരാതി നൽകിയിരിക്കുന്നത് കോട്ടയം SP-ക്കാണ്. അതുപോലെ തന്നെ ഇനി അറിയാനുള്ളത് ഏറ്റവും നിർണായകമായ ഒരു തെളിവെന്ന് പറയുന്നത് നോബി അവസാനമായി അയച്ച ഒരു വോയിസ് ക്ലിപ്പാണ്. ആ ഒരു വോയിസ് ക്ലിപ്പിൽ നോബി ഷൈനിയോടും മക്കളോടും ആത്മഹത്യ ചെയ്യാൻ പറയുന്നതിന് ശേഷമാണോ ഈ ഒരു കടുങ്കൈ ചെയ്തത്? മറിച്ച് ഇതല്ലാതെ ഷൈനിയുടെ കുടുംബത്തിൽ നിന്ന്, അതായത് ഷൈനിയുടെ തന്തയായ കുര്യാക്കോസിൽ നിന്നും ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള അത്യന്തം വേദന ഉളവാക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം മൂലമാണോ ഷൈനി ആത്മഹത്യ ചെയ്തത് എന്നാണ് അറിയേണ്ടത്. സോ തീർച്ചയായും ആ ഒരു വിവരം ലഭിച്ചാൽ മാത്രം ഇതിന്റെ മുഖ്യ കാരണം നോബിയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷൈനിയുടെ പിതാവ് തന്നെയായ കുര്യാക്കോസ് ആണോ എന്നുള്ളതിനൊരു വ്യക്തത വരികയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ നോബിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു തിരിച്ചടി ഈ കേസിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഷൈനിയും ഷൈനിയുടെ മക്കൾക്കും വേണ്ടി സംസാരിക്കാൻ ഷൈനിയുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സഭയോ ആക്ഷൻ കൗൺസിലോ, പ്രത്യക്ഷത്തിൽ സഭ ഒരു പൊതുവന്തിക്ക് ഷൈനിക്ക് നീതി ലഭിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നോബിയുടെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യാനും, കാരണം അവരെ കൊണ്ടാണ് ഇനി അങ്ങോട്ട് സഭയ്ക്ക് പ്രയോജനം ഉണ്ടാവുക. സോ അവരെ വേദനിപ്പിക്കാനോ, അത് മാത്രമല്ല ഉന്നത വ്യക്തികളടക്കം സഭയിലെ ശ്രേഷ്ഠന്മാരടക്കം നോബിയുടെ ഫാമിലിയിൽ ഉള്ളതാണ്. അത്തരം ആളുകൾക്ക് സഭയിൽ വലിയ സ്വാധീനം ഇപ്പോഴും ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ സഭ ഷൈനിക്ക് നീതി വേണമെന്ന് പറയുമ്പോഴും ഇപ്പോഴും നോബിയുടെ ഫാമിലിയോടൊപ്പമാണ് സഭയെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ അങ്ങനെയാണ്. അഭയ കേസിലടക്കം നമ്മൾ കണ്ടതാണ്. ഈ വേട്ടക്കാരന്റെ കൂടെ നിൽക്കാനാണ് ഈ സഭ മേലധികാരികളും സഭയും ശ്രമിക്കാറ്. എല്ലാ മതങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഇതൊരു മതത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഈ പറഞ്ഞൊരു മദ്രസയിൽ ഒരു കൊച്ചുകുട്ടി ഒരു പീഡനത്തിന് ഇരയാവുകയാണെങ്കിൽ പോലും അവിടെയും ഈ പറഞ്ഞ മത അനുകൂലികൾ നിൽക്കുന്നത്, വിശ്വാസികൾ നിൽക്കുന്നത് ഈ പറഞ്ഞ മതപണ്ഡിതന്മാർക്ക് വേണ്ടിയായിരിക്കാം. അതുപോലെ തന്നെ ഒരു ലിംഗം ഛേദിച്ച, അതായത് ഒരു സ്വാമിയുടെ ലിംഗം ഛേദിച്ച ഒരു പെൺകുട്ടിയുടെ ഒപ്പമല്ല അന്ന് ചില ആളുകൾ നിന്നത്. മതപണ്ഡിതരടക്കം നിന്നത് ഈ പറഞ്ഞ മത പണ്ഡിതനായ ഈ സ്വാമിക്ക് വേണ്ടിയാണ്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ സഭ ഷൈനിക്ക് വേണ്ടി നിൽക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. അതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത്, ഈ നോബിക്ക് ജാമ്യം ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ നോബി ഓൾറെഡി തന്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി തന്റെ മൊബൈലിൽ നിന്ന് വോയിസ് ക്ലിപ്പ് മണ്ടനായ നോബി ഡിലീറ്റ് ചെയ്തു. അത് പോലീസ് റിക്കവർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷൈനിയുടെ മൊബൈൽ ഫോണുകൾ അടക്കം ഒളിപ്പിക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പം തന്നെ നോബിയുടെ സഹോദരൻ അടക്കമുള്ള ഈ ഫാദർ അടക്കമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ തെളിവുകൾ നശിപ്പിക്കാനുള്ള വലിയ പാഠവം സിദ്ധിച്ചവരാണ്, വലിയ പ്രബലരാണ്. സഭയെ സ്വാധീനിക്കാനും പോലീസിനെ സ്വാധീനിക്കാനും അടക്കമുള്ള ശേഷിയുള്ള ആൾക്കാരാണ്. സോ ഈ ഒരു അവസരത്തിൽ നോബിക്ക് ജാമ്യം കൂടി ലഭിക്കുകയാണെങ്കിൽ 100% ഈ കേസിൽ നിന്ന് നോബി ഊരിപ്പോവാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇനി സഭ കൊടുത്ത ഈ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, സഭയുടെ പരാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ PG സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൈകി ജ്ഞാനായ സഭ ഇപ്പോൾ ഒരു പരാതി കോട്ടയം പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുകയാണ്. ഈ തുടക്കം മുതൽ തന്നെ സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള വലിയ ആക്ഷേപങ്ങൾ നാട്ടുകാരും സഭാവിശ്വാസികളടക്കമുള്ള ആളുകളും ഉന്നയിച്ചിരുന്നു. ഒരു വിഭാഗം സഭാവിശ്വാസികൾ പരസ്യമായി പ്രതിഷേധത്തിലേക്കടക്കം പോകുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും അതിശക്തമായ രീതിയിലുള്ള അധിക്ഷേപങ്ങളും നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട്
ജ്ഞാനസഭയിലെ വിവിധ സംഘടനകളുടെയും ഹോസ്റ്റൽ കൗൺസിലിന്റെയും എല്ലാം നേതൃത്വത്തിൽ കോട്ടയം SP ഒരു പരാതി നൽകിയിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രചരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അടിസ്ഥാനപരമായ ഒരു കാര്യവുമില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ സഭയെ അവഹേളിക്കുന്നതിന് വേണ്ടി നടക്കുന്നതാണ് എന്നതാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഈ പരാതിയിൽ ഒരു വാചകം കൂടി ജ്ഞാനായ സഭയുടെ പരാതിയിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അതായത് ഷൈനിക്ക് മക്കൾക്കും നീതി കിട്ടണം, അത് ആരാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് അവരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നൊരു ആവശ്യം കൂടി സഭ ഈ പരാതിയിൽ വെക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞ നിരവധി മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി, ഈ ഷൈനി എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സഭയുടെ ഓരോ സ്ഥലങ്ങളിലും കയറിയിറങ്ങി. കാരിത്താസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി കയറിയിറങ്ങിയപ്പോൾ അവിടെയൊക്കെ കൈമലർത്തുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആദ്യമായ ഒരു അന്വേഷണം സഭ പുറപ്പെടുവിക്കേണ്ടത്. അവിടെ ഈ പറഞ്ഞ വൈദികൻ അടക്കമുള്ള ഓസ്ട്രേലിയക്കാരനായ വൈദികൻ അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് വലിയ രീതിയിലുള്ള പ്രചരണമുണ്ട്. അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഒരു കൗൺസിൽ രൂപീകരിക്കണം. അതുപോലെ തന്നെ തങ്ങളുടെ സഭയിലെ ഇത്രയും അധികം പ്രയാസത്തിൽ, ഇത്രയും അധികം മാനസിക വിഷമത്തിൽ ജീവിക്കുന്ന ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടെന്നിരിക്കും. അവരെ കുറിച്ചൊന്ന് അറിയാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനോ ഈ സഭയുടെ മേലധികാരികളോ ഈ പറഞ്ഞ കേസ് കൊടുത്ത ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് പൊതുവെ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇപ്പോഴും പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ ഒരു കാലഘട്ടത്തിൽ അതിന് മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഈ പെൺകുട്ടികൾ സ്വന്തമായ ജോലിയുള്ളവരാണ്, നേഴ്സാണ്. ഈ പറയുന്ന ഷൈനി അടക്കം BSc നേഴ്സാണ്. പക്ഷേ ഷൈനിയെ ജോലിക്ക് വിട്ടില്ല. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ നഴ്സിംഗ് ജോബിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പെൺകുട്ടി അങ്ങനെ ആരും അവഗണിക്കാറുമില്ല, അവർക്ക് വലിയ വാല്യാണ് കൊടുക്കുന്നത്. എന്നാൽ ഈ ഷൈനി അടക്കമുള്ള ഈ ഒരു ഏജിൽപ്പെട്ട ഈ ഒരു കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഈ സമാന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ, ഞാനും ഇതേ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അനിത സാജൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കമന്റാണ്. അങ്ങനെ നിരവധി കമന്റുകൾ വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ ഇതേ സമാന രീതിയിൽ കടന്നു പോകുന്നുണ്ട്. അത്തരം ആളുകളെ കുറിച്ച് അന്വേഷിക്കാൻ സഭ തയ്യാറാവണം. അതുപോലെ തന്നെ ഇവിടെ ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കമന്റ് എന്ന് പറയുന്ന ഫാദർ ജോഷു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കമന്റാണ്. ഒരു പാതിരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ പറയുന്ന തന്ത എന്ന് പറയുന്ന കുര്യാക്കോസിനെ തന്തയില്ലാത്ത മകൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ ബെറ്റർ ടു യൂസ് റിഫൈൻഡ് ലാംഗ്വേജ്, ലേൺ ടു റെസ്പെക്ട് അതേഴ്സ്, സ്പെഷ്യലി ദ എൽഡേഴ്സ്. അതായത് ഈ തന്ത എന്ന് പറയുന്ന ഈ കുര്യാക്കോസ്, ഇവനെ തന്തയെന്ന് വിളിക്കാൻ കൊള്ളില്ല, ഇവനൊരു തന്തയില്ലാത്ത മകനാണെന്നാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. അതേ അഭിപ്രായമുള്ള നിരവധി ആളുകൾ ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അയാളെ റെസ്പെക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് സ്വന്തം മകൾ ഈ ഒരു അവസ്ഥയിൽ എത്തി നിന്നിട്ട് മൈൻഡ് ചെയ്യാത്ത, സ്വന്തം മകൾ ഭർത്താവിന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് സ്വന്തം മകൾ വീട്ടിൽ വന്ന് നിന്നപ്പോൾ മകളുടെ കുട്ടികളെ TV കാണാൻ പോലും അനുവദിക്കാത്ത, അവരെ വളരെ കാർക്കശ്യത്തോടുകൂടി അവരോട് പെരുമാറിയ, തന്റെ മകളെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കിയ, തന്റെ മകൾ തനിക്കൊരു ബാധ്യതയാവുമെന്ന് ചിന്തിച്ച ഈ ഒരു തന്തയെ ഏത് പരിഗണനയാണ് കൊടുക്കേണ്ടത്? അതുകൊണ്ട് തീർന്നില്ല, സ്വന്തം മകൾ അതിദാരുണമായി ട്രെയിനിൽ ചാടി, മക്കളെ കൊണ്ട് ട്രെയിനിൽ ചാടി മരിച്ചതിന് ശേഷവും ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആളുകളോട് ഈ ലാഘവത്തോടെ, ഈ ഒരു പുച്ഛത്തോടെ, ഹാസ്യാത്മകമായി ഒരു കോമഡി പറയുന്ന രൂപേണ തന്റെ ആൺമക്കളാണ് തനിക്ക് വലുത്, അവർ തനിക്ക് സഹായം നൽകുന്നുണ്ട്, ഷൈനിയുടെ വീട്ടിൽ നിന്ന് തനിക്ക് ഉണക്കക്കപ്പ നൽകിയപ്പോൾ താൻ പൈസ നൽകിയെന്നുള്ള വളരെ ലാഘവത്തോട് പുച്ഛത്തോടു കൂടി തന്റെ മകളുടെ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ മരണത്തെ കാണുന്ന ഈ ഒരു തന്തയെ തന്തയില്ലാത്തവെന്ന് വിളിച്ചത് ഒരു പാതകമാണോ? സോ അത് പാതകമാണെന്ന് പറയുന്ന ഈ രീതിയിലുള്ള പാതിരികളും വിശ്വാസികളും തന്നെയാണ് നമ്മുടെ പൊതുസമൂഹത്തിൽ. അത് ഇന്ന മതമാണെന്നല്ല നോക്കേണ്ടത്. ആ ഒരു മെന്റാലിറ്റിയുള്ള, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ശാപം. അത്തരം ആളുകളെയും തന്തയില്ലാത്ത മക്കൾ എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സഭ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന, അതായത് ഈ ഒരു ഷൈനി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്കും അവരുടെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ അനുമതി നിഷേധിച്ച സ്വന്തം ഫാമിലിയിൽ അടക്കമുള്ള ആളുകൾ അവരാരാണെന്നുള്ളത് പുറത്തു കൊണ്ടുവരിക. സമാന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക. അതിനാണ് സഭ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇത് ഒതുക്കി തീർക്കാനോ ഇത് പുറംലോകം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ല നടത്തേണ്ടത്. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ജോലിയില്ലാത്ത ഈ കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾ ഓരോ വീട്ടിലും പോയി അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടുകൾ, അത് തീർച്ചയായും ഒരിക്കലും പുറംലോകം അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതറിയാൻ ആരും ശ്രമിക്കുന്നില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഈ കുര്യാക്കോസ് എന്ന് പറയുന്ന ഈ തന്തയ്ക്ക് ഇത്രയും അധികം ഒരു വൈരാഗ്യം മകളോടുണ്ടാവുന്നത്? ആ മകൾ ജോലിക്ക് പോയി, BSc നേഴ്സ് പഠിച്ചാണ്, ജോലിക്ക് പോയി വിദേശമാണ് ഈ പറഞ്ഞ കുര്യാക്കോസിനും ഈ തള്ളയ്ക്കും കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാകുമായിരുന്നു, അവർ മകളുടെ കൂടെ നിൽക്കുമായിരുന്നു. ഇവിടെ ഷൈനിയെ സംബന്ധിച്ച് ഷൈനിക്കില്ലാതെ പോയത് ഇവരെ ആരെയും സാമ്പത്തികമായി സഹായിക്കാൻ അല്ലെങ്കിൽ ഇവരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശേഷി ഷൈനിക്കില്ലാതെ പോയി. ഇതിൽ ഈ നോബിയുടെ ഫാമിലിയേക്കാൾ കൂടുതൽ ഷൈനിയുടെ മരണത്തിന് കാരണക്കാരായത് ഷൈനിയുടെ കുടുംബമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോബിയുടെ ഫാമിലി ഇത്രയും വിഷയങ്ങൾ ഉണ്ടായി. നോബി ഈ പറഞ്ഞ 3 മാസം ജോലി ചെയ്ത് ബാക്കി മാസങ്ങളിലൊക്കെ മദ്യപിച്ച്
ഷൈനിയെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മനോരോഗിയാണെന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും അവിടുന്ന് ഷൈനിയെ വിളിച്ചുകൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിട്ട്, അതായത് ഷൈനിയുടെ ആങ്ങളെ രണ്ടുപേർ, ഒന്ന് കുവൈറ്റിലാണ് ഒന്ന് അയർലൻഡിലാണെന്ന് പറയുന്നു. ഏതാണ്ട് 2-3 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ അയർലൻഡിൽ ജോലി എടുക്കുന്നത്. കുവൈറ്റിലുള്ള ആളുടെ അവസ്ഥയും മറിച്ചില്ല. ഇത്രയും അധികം വെൽ സെറ്റിൽഡായ ആങ്ങളമാരുള്ളപ്പോൾ ഈ ഒരു പെൺകുട്ടി ഈ ഒരു രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എങ്ങനെയാണ് ലഘൂകരിച്ച് കാണാൻ നമുക്ക് സാധിക്കുക? സോ തീർച്ചയായും എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം ഇവിടെ ഈ ഷൈനിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഷൈനിയുടെ സ്വന്തം ഫാമിലി തന്നെയാണെന്ന് പറയാതെ നിവൃത്തിയില്ല. അതുമായി ബന്ധപ്പെട്ട്, അതായത് അവസാന നിമിഷം ആ 2-3 ദിവസങ്ങളിൽ ഷൈനിയുടെ മരണത്തിലേക്ക് നയിച്ച ആ ഒരു പ്രവൃത്തി ആരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന് തീർച്ചയായും പുറത്തറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് ഏറ്റവും അധികം ഒരു സസ്പെൻസ് ആയിട്ട് ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അത് കുര്യാക്കോസ് എന്ന് പറയുന്ന സ്വന്തം തന്തയായിരുന്നു, അല്ലെങ്കിൽ നോബി തന്നെയായിരുന്നു എന്ന് തീർച്ചയായും ജനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.